നമസ്കാരം. നിത്യാനന്ദ യോഗ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാം ജനിച്ചത് തന്നെ ജീവിക്കാൻ വേണ്ടിയാണ്. ജീവിതത്തിൻ്റെ ഉദ്ദേശമാകട്ടെ വളർച്ചയും. മാനസികവും ബൗദ്ധികവുമായുള്ള വളർച്ചയാണ് പ്രധാനപ്പെട്ടത്. അതിന് തക്ക വിധത്തിലായിരിക്കണം നമ്മുടെ ജീവിതക്രമങ്ങളും. ജീവിതയാത്രയിൽ സദാ ശ്രദ്ധയും ഉണർവും നമുക്കുണ്ടായിരിക്കണം. അതിനുള്ള ഒരു ഉപാധിയാണ് യോഗശാസ്ത്രം. നടുവേദനയുമായി ബന്ധപ്പെട്ട് 5-ാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവും എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇന്ന് ആദ്യമായി നമുക്ക് അർദ്ധനൗകാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ചെയ്യുന്നതിനായി ഇരു കാലുകളും ചേർത്ത് വെച്ച് കമിഴ്ന്ന് കിടക്കുക. അതിനുശേഷം ഇരു കൈകളും ശരീരത്തിന് പുറകിലായി കൊണ്ടുവരികയും വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും ചെയ്ത ശേഷം പൃഷ്ഠഭാഗത്തിന് മുകളിലായി വെക്കേണ്ടതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തലയും വലതുകാലും ഏകദേശം ഒരു 30 ഡിഗ്രി വരുന്ന രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യേണ്ടതാണ്. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തലയും ഇടതുകാലും ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക. ഇതേ രീതിയിൽ ഇരു കാലുകളും മാറി മാറി 10-12 തവണ ആവർത്തിക്കാവുന്നതാണ്. ഈ ആസനം പരിശീലിക്കുമ്പോൾ ഇരു കൈകളുടെയും കാലുകളുടെയും മുട്ടുകൾ മടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തലയും കാലും ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഇവ താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയുമാണ് ചെയ്യേണ്ടത്. എത്രത്തോളം പതിയെ ഓരോ ആസനങ്ങളും ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പതിയെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ ബുദ്ധിമുട്ടിയോ കഷ്ടപ്പെട്ടോ ഒരാസനം പോലും അതിൻ്റെ പൂർണ്ണ അവസ്ഥയിൽ എത്തിച്ചേരേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ആസനം ചെയ്യുന്നത് മൂലം കിട്ടേണ്ട യഥാർത്ഥ ഗുണങ്ങളൊന്നും തന്നെ കിട്ടിയെന്ന് വരില്ല. അവനവന് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഇല്ലാതെ എത്രത്തോളം ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം മാത്രം ചെയ്താൽ മതിയാകും. ഈ ആസനം ചെയ്യുന്നത് മൂലം നട്ടെല്ലിന് നല്ല രീതിയിൽ ഉറപ്പും ബലവും ലഭിക്കുന്നത് കൊണ്ട് തന്നെ നടുവേദനയ്ക്ക് വളരെയധികം ശമനം കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ രീതിയിലാണ് അർദ്ധനൗകാസനം നമ്മൾ പരിശീലിക്കുന്നത്. നടുവേദനയുള്ള ആളുകൾ ഈ രീതിയിൽ അർദ്ധനൗകാസനം പരിശീലിച്ചാൽ മതിയാകും. നടുവേദന വരാതിരിക്കുന്നതിനായി മുൻകരുതലുകൾ എടുത്തുകൊണ്ട് യോഗ പരിശീലനം നടത്തുന്ന വ്യക്തികൾക്ക് അർദ്ധനൗകാസനം ഒരാഴ്ച പരിശീലിച്ചതിന് ശേഷം നൗകാസനത്തിലേക്ക് കടക്കാവുന്നതാണ്. നമ്മൾ അർദ്ധനൗകാസനം ചെയ്ത അതേ രീതിയിൽ തന്നെ ഇരു കൈകളും ശരീരത്തിന് പുറകിലായി കൊണ്ടുവരികയും പൃഷ്ഠഭാഗത്തിന് മുകളിൽ വരുന്ന രീതിയിൽ ഇരു കൈകളുടെയും വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും ചെയ്യുക. അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തലയും ഇരു കാലുകളും ഒരേ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ തലയും ഇരു കാലുകളും തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക. ഈ രീതിയിൽ 8-10 തവണ ആവർത്തിക്കാവുന്നതാണ്. കടുത്ത നടുവേദന അനുഭവിക്കുന്ന ആളുകൾ ഒരു കാരണവശാലും ഇതേ രീതിയിൽ തലയും ഇരു കാലുകളും ഉയർത്തിക്കൊണ്ടുവരികയും താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള വ്യക്തികൾ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ അർദ്ധനൗകാസനം മാത്രം പരിശീലിച്ചാൽ മതിയാകും. ഇനി അടുത്തതായിട്ട് നമുക്ക് വിപരീത അർദ്ധനൗകാസനവും വിപരീത നൗകാസനവും ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും ചേർത്ത് വെച്ച് മലർന്നു കിടക്കുക. അതിനുശേഷം ഇരു കൈകളും ശരീരത്തിന് മുൻവശത്തേക്ക് കൊണ്ടുവരികയും വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും ചെയ്യുക. നമ്മൾ മുമ്പ് നൗകാസനം ചെയ്ത അതേ രീതിയിൽ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തലയും വലതുകാലും ഏകദേശം 30 ഡിഗ്രി വരുന്ന രീതിയിൽ ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഇവ രണ്ടും തറയിൽ പതിച്ചു വെച്ച് വിശ്രമിക്കുകയും ചെയ്യുക. ഇനി അടുത്തതായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തലയും ഇടതുകാലുമായിരിക്കണം ഉയർത്തിക്കൊണ്ട് വരേണ്ടത്. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ തലയും കാലും താഴ്ത്തി വെക്കുകയും ചെയ്യേണ്ടതാണ്. ഈ രീതിയിലും ഇരു കാലുകളും മാറി മാറി 8-10 തവണ ആവർത്തിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തലയും ഓരോ കാലും ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ തലയും കാലും താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്യുമ്പോൾ ഇരു കാലുകളുടെയും കൈകളുടെയും മുട്ടുകൾ മടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
ഇങ്ങനെ ചെയ്യുന്നതിന് വിപരീത അർത്ഥനൗകാസനം എന്നാണ് പറയുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞ രീതിയിൽ തന്നെ നടുവേദന വരാതിരിക്കുന്നതിനുള്ള മുൻകരുതൽ എടുക്കുന്ന വ്യക്തികൾക്ക് വിപരീത നൗകാസനവും കൂടി പരിശീലിക്കാവുന്നതാണ്. അങ്ങനെയുള്ള വ്യക്തികൾ ഒരാഴ്ച വിപരീത അർത്ഥനൗകാസനം ചെയ്തതിന് ശേഷം ഇനി പറയുന്ന രീതിയിൽ വിപരീത നൗകാസനം കൂടി പരിശീലിക്കാവുന്നതാണ്. ഇത് ചെയ്യുന്നതിനായി ഇരു കാലുകളും ചേർത്ത് വെച്ച് മലർന്നു കിടക്കുക. അതിനുശേഷം കൈകൾ രണ്ടും മുന്നോട്ട് കൊണ്ടുവന്ന് വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും ചെയ്യുക. അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തലയും ഇരു കാലുകളും ഏകദേശം 30 ഡിഗ്രി വരുന്ന രീതിയിൽ ഒരുമിച്ച് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക. ഈ രീതിയിലും 8-10 തവണ ആവർത്തിക്കാവുന്നതാണ്. ഇത് ചെയ്യുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തലയും ഇരു കാലുകളും മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ തലയും കാലുകളും താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്യുമ്പോഴും മുമ്പേ പറഞ്ഞ രീതിയിൽ തന്നെ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്, കഠിനമായ നടുവേദന അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ വിപരീത നൗകാസനം ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള വ്യക്തികൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തലയും ഒരു കാലും മാത്രം ഉയർത്തുകയും ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയുമാണ് ചെയ്യേണ്ടത്. അതായത് അങ്ങനെയുള്ള വ്യക്തികൾ വിപരീത അർത്ഥനൗകാസനം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ രീതിയിലാണ് വിപരീത അർത്ഥനൗകാസനവും വിപരീത നൗകാസനവും നമ്മൾ പരിശീലിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഷഡ്പദാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ല് നിവർന്നിരിക്കുക. അതിനുശേഷം ഇരു കൈകളും ശരീരത്തിന് ഇരുവശങ്ങളിലും കൊണ്ട് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക. ഇനി പൃഷ്ഠഭാഗം കാലുകളിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരികയും വലതുകാൽ കഴിയുന്നത്ര പുറകോട്ട് നീട്ടി വെക്കുകയും ചെയ്യുക. അതിനുശേഷം അരയ്ക്ക് മുകളിലേക്കുള്ള ശരീരഭാഗങ്ങൾ കഴിയുന്നത്ര പുറകോട്ട് വലിച്ചു പിടിക്കാൻ ശ്രമിക്കുക. ഈ നിലയിൽ ഇരുന്നു കൊണ്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ്. എത്രത്തോളം സമയം ഈ നിലയിൽ തുടരാൻ പറ്റുമോ അത്രത്തോളം സമയം ഈ നിലയിൽ തുടർന്ന ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ പുറകോട്ട് നീട്ടിവെച്ച വലതുകാൽ മുന്നോട്ട് കൊണ്ടുവന്ന് പൃഷ്ഠഭാഗം കാലുകളിൽ പതിച്ചു വെച്ച് വിശ്രമിക്കാവുന്നതാണ്. അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം ഇതേ രീതിയിൽ തന്നെ പൃഷ്ഠഭാഗം ഉയർത്തിക്കൊണ്ടുവരികയും ഇടതുകാൽ കഴിയുന്നത്ര പുറകോട്ട് നീട്ടിവെച്ച ശേഷം ശരീരം കഴിയുന്നത്ര പുറകോട്ട് വലിച്ചു പിടിക്കുകയും ചെയ്യുക. അതിനുശേഷം ഈ നിലയിൽ ഇരുന്നു കൊണ്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ്. ബുദ്ധിമുട്ട് തോന്നുമ്പോൾ പുറകിലേക്ക് നീട്ടി വെച്ചിരിക്കുന്ന ഇടതുകാൽ മുന്നോട്ട് കൊണ്ടുവന്ന് പൃഷ്ഠഭാഗം കാലുകളിൽ പതിച്ചു വെച്ചിരിക്കുകയും വിശ്രമിക്കുകയും ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ ഇരു കാലുകളും മാറി മാറി 3-4 തവണ കൂടി ആവർത്തിക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് വ്യാഘ്രാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ല് നിവർന്നിരിക്കുക. അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വന്ന് കുനിഞ്ഞ് ഇരു കൈകളും കാലുകൾക്കല്പം മുന്നിലായി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ പൃഷ്ഠഭാഗം കാലുകളിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരികയും പൂച്ച 4 കാലിൽ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യേണ്ടതാണ്. ഈ സമയം ഇരു കൈകളും ഇരു കാലുകളും തമ്മിൽ ഏകദേശം 1 അടിയുടെയെങ്കിലും അകലം ഉണ്ടായിരിക്കണം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം തല മുകളിലേക്ക് ഉയർത്തുകയും നടു താഴ്ത്തി കൊടുക്കുകയും അതോടൊപ്പം തന്നെ വലതുകാൽ കഴിയുന്നത്ര പുറകോട്ട് നീട്ടിപ്പിടിക്കുകയും ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തല താഴ്ത്തി ഉള്ളിലേക്ക് കൊണ്ടുവരികയും നടു കഴിയുന്നത്ര മുകളിലേക്ക് ഉയർത്തുകയും അതോടൊപ്പം തന്നെ പുറകോട്ട് നീട്ടി വെച്ചിരിക്കുന്ന വലതുകാൽ മുന്നോട്ട് കൊണ്ടുവന്ന് ആ കാലിൻ്റെ മുട്ടിൽ നെറ്റിമുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തല ഉയർത്തുകയും നടു താഴ്ത്തുകയും വലതുകാൽ പുറകോട്ട് നീട്ടിപ്പിടിക്കുകയും ചെയ്യുക. ഇതേ രീതിയിൽ 7-8 തവണ ആവർത്തിക്കാവുന്നതാണ്. അതിനുശേഷം പൃഷ്ഠഭാഗം കാലുകളിൽ കൊണ്ടുവന്ന് വെച്ച് വിശ്രമിക്കുകയും ചെയ്യുക. വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഇടതുകാൽ പുറകോട്ട് നീട്ടിയും ചെയ്യേണ്ടതാണ്. അതായത്
ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തല മുകളിലേക്ക് ഉയർത്തുകയും നടു താഴ്ത്തി കൊടുക്കുകയും ചെയ്യുന്നതോടൊപ്പം ഇടതുകാൽ കഴിയുന്നത്ര പുറകോട്ട് നീട്ടി കൊണ്ടുവരികയും ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ പുറകോട്ട് നീട്ടി പിടിച്ചിരിക്കുന്ന ഇടതുകാൽ മുന്നോട്ട് കൊണ്ടുവരികയും തല ഉള്ളിലേക്കാക്കുകയും നടു മുകളിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നതോടൊപ്പം മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഇടതുകാലിന്റെ മുട്ടിൽ നെറ്റി മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. ഈ രീതിയിലും 7-8 തവണ ആവർത്തിക്കുക. ഈ ആസനം പരിശീലിക്കുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പുറകിലേക്ക് നീട്ടി വെച്ചിരിക്കുന്ന കാലിൻ്റെ മുട്ട് മുന്നോട്ട് കൊണ്ടുവന്ന് നെറ്റിയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആരും ബുദ്ധിമുട്ടിയോ കഷ്ടപ്പെട്ടോ നെറ്റ് കാൽമുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് ശീതളി പ്രാണായാമം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ചെയ്യുന്നതിനായിട്ട് സുഖമായി നട്ടെല്ല് നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ തിരഞ്ഞെടുക്കുക. ഇരു കൈകളും അതത് വശത്തെ കാൽമുട്ടുകളിൽ മലർത്തി വയ്ക്കുകയും ചൂണ്ടുവിരലും തള്ളവിരലും പരസ്പരം ചേർത്ത് വെക്കുകയും ചെയ്യുക. ഇതിന് ചിന്മുദ്ര എന്നാണ് പറയുന്നത്. വായ അല്പം തുറന്നു പിടിച്ച ശേഷം നാക്ക് പുറത്തേക്ക് നീട്ടി വെക്കുകയും ഒരു കുഴല് പോലെ കൊണ്ടുവരികയും ചെയ്യുക. അതിനുശേഷം വായിലൂടെ ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും വായ അടച്ചു പിടിക്കുകയും ചെയ്യുക. പറ്റുന്നത്ര സമയം ശ്വാസത്തെ ഉള്ളിൽ തന്നെ പിടിച്ചു നിർത്തുകയും അതിനുശേഷം മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യേണ്ടതാണ്. ഒന്നും കൂടി പറയാം. വായ അല്പം തുറന്ന് നാക്ക് ഒരു കുഴല് പോലെ പുറത്തേക്ക് നീട്ടി പിടിക്കുകയും വായിലൂടെ ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുക. ശ്വാസം ഉള്ളിൽ കയറിയതിന് ശേഷം വായ അല്പസമയത്തേക്ക് അടച്ചു പിടിച്ച ശേഷം ശ്വാസം ഉള്ളിൽ തന്നെ നിലനിർത്തുക. ഇനി മൂക്കിന്റെ ഇരുദ്വാരങ്ങളിലൂടെയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യേണ്ടതാണ്. ഈ രീതിയിൽ 7-8 തവണ ആവർത്തിക്കുക. ഓരോ ദിവസം ചെല്ലുന്തോറും പ്രാണായാമത്തിന്റെ എണ്ണം കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കാവുന്നതാണ്. ഇത് ചെയ്യുന്നതിലൂടെ ശരീരത്തിലുണ്ടാകുന്ന അധികമായ ചൂടിനെ നിയന്ത്രിക്കാൻ വളരെയധികം സഹായിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രാണായാമം ചെയ്യുന്നത് മൂലം മനസ്സ് ശാന്തമാകുന്നതിനും രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ പിരിമുറുക്കം മൂലം ഉണ്ടാകുന്ന നടുവേദനയ്ക്ക് വളരെയധികം ശമനം കാണാനും ഇത് ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ്. ഇവ ചെയ്തതിനു ശേഷം ശവാസനം ചെയ്ത് മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ. നടുവേദനയുമായി ബന്ധപ്പെട്ട് 5-ാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവുമാണ് ഇന്ന് നമ്മൾ പുതുതായി പരിചയപ്പെട്ടത്. അർദ്ധനൗകാസനം, നൗകാസനം, വിപരീത അർദ്ധനൗകാസനം, വിപരീത നൗകാസനം, ഷഡ്പദാസനം, വ്യാഘ്രാസനം, ശീതളി പ്രാണായാമം എന്നിവയാണ് ഇന്ന് നമ്മൾ പുതുതായി പരിശീലിച്ചത്. ഇവ ഓരോന്നും ചെയ്യുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു. ഓരോ ആസനങ്ങളും ചെയ്യുന്നത് എങ്ങനെയെന്ന് നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്, കടുത്ത നടുവേദന അനുഭവിക്കുന്ന വ്യക്തികൾ നൗകാസനവും വിപരീത നൗകാസനവും ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ആളുകൾ അർദ്ധനൗകാസനവും വിപരീത അർദ്ധനൗകാസനവും മാത്രം പരിശീലിച്ചാൽ മതിയാകും. 6-ാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവുമായി അടുത്ത ആഴ്ച നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.